നമ്മളിനി നോക്കാൻ പോകുന്നത് റിക്കേഴ്സീവ് ലാംഗ്വേജ് ആണ്. റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിംഗ് ഡിസൈഡബിൾ ലാംഗ്വേജ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് എല്ലാം എടുക്കുവാണ്, ആ ലാംഗ്വേജ് റിക്കേഴ്സീവ് ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മുടെ ടൂറിംഗ് മെഷീൻ ആ ലാംഗ്വേജിനകത്തുള്ള എല്ലാ സ്ട്രിങ്സിനെയും അക്സെപ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ആ ലാംഗ്വേജിനകത്ത് ഇല്ലാത്ത എല്ലാ സ്ട്രിങ്സിനെയും അത് റിജക്റ്റ് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മുടെ ടൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഓരോ തവണയും, അതായത് ഓരോ സ്ട്രിങ് വരുന്ന സമയത്തും അത് ഹോൾഡ് ചെയ്തിട്ട് ആ സ്ട്രിങ്ങിനുള്ള ആൻസർ കൊടുക്കും. അതായത് എല്ലാ സമയത്തും, അതായത് നമ്മുടെ ലാംഗ്വേജിനകത്തുള്ള ഏതൊരു സ്ട്രിങ് വന്നു കഴിഞ്ഞാലും അത് ഹോൾഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ആൻസർ കൊടുക്കും. ഇനിയുള്ളത് റിക്കേഴ്സീവ് ലാംഗ്വേജിൻ്റെ പ്രോപ്പർട്ടീസാണ്. 5 പ്രോപ്പർട്ടീസാണ് ഉള്ളത്. യൂണിയൻ, കോൺകാറ്റിനേഷൻ, ക്ലീൻ ക്ലോഷർ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ്. ഈ 5 പ്രോപ്പർട്ടീസ് വരുന്ന സമയത്തും നമ്മുടെ റിക്കേഴ്സീവ് ലാംഗ്വേജ് ക്ലോസ്ഡ് ആണ്. ഫസ്റ്റ് വൺ യൂണിയൻ വരുമ്പോഴത്തേക്ക് L1ഉം L2ഉം 2 റിക്കേഴ്സീവ് ലാംഗ്വേജ് ആണെങ്കിൽ L1 യൂണിയൻ L2 എന്ന് പറയുന്നത് ഒരു റിക്കേഴ്സീവ് ലാംഗ്വേജ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൂറിംഗ് മെഷീൻ L1ന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്യും, L2ന് വേണ്ടിയിട്ടും ഹോൾഡ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ ടൂറിംഗ് മെഷീൻ L1 യൂണിയൻ L2ന് വേണ്ടിയിട്ട് നമ്മുടെ ടൂറിംഗ് മെഷീൻ ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് യൂണിയൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആവും. രണ്ടാമത് കോൺകാറ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ L1ഉം L2ഉം 2 റിക്കേഴ്സീവ് ലാംഗ്വേജ് ആണെങ്കിൽ അതിൻ്റെ കോൺകാറ്റിനേഷൻ L1.L2 എന്ന് പറയുന്നത് റിക്കേഴ്സീവ് ആയിരിക്കും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ക്ലോഷർ. L1 റിക്കേഴ്സീവ് ആണെങ്കിൽ അതിൻ്റെ ക്ലീൻ ക്ലോഷർ L1 സ്റ്റാർ എന്ന് പറയുന്നതും എന്തായിരിക്കും, റിക്കേഴ്സീവ് ആയിരിക്കും. അടുത്തത് ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് L1ഉം L2ഉം റിക്കേഴ്സീവ് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷനായിട്ടുള്ള L1 ഇൻ്റർസെക്ഷൻ L2 എന്ന് പറയുന്നതും റിക്കേഴ്സീവ് ആയിരിക്കും. അടുത്തത് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ലാംഗ്വേജ് എടുക്കുവാണ് L എന്ന് പറയുന്ന ആ ലാംഗ്വേജ് റിക്കേഴ്സീവ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള L1 എന്തായിരിക്കും, റിക്കേഴ്സീവ് ആയിരിക്കും. അതാണ് റിക്കേഴ്സീവ് ലാംഗ്വേജിൻ്റെ 5 പ്രോപ്പർട്ടീസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ആണ്. റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിംഗ് റെക്കഗ്നൈസബിൾ ലാംഗ്വേജ് ആണ് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ്. അതായത് ഒരു ലാംഗ്വേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് റിക്കേഴ്സീവ് എന്യൂമറബിൾ ആണെന്ന് പറയണമെങ്കിൽ ഒരു ടൂറിംഗ് മെഷീൻ അതിനകത്തുള്ള എല്ലാ സ്ട്രിങ്സും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടൂറിംഗ് മെഷീൻ വേണം. പിന്നെ അതിനകത്ത് ഇല്ലാത്ത സ്ട്രിങ്സ്, അതായത് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന ചില സ്ട്രിങ്സ് ആ ലാംഗ്വേജിനകത്ത് ഇല്ലാത്ത സ്ട്രിങ്സ് കാണുമല്ലോ, ആ സ്ട്രിങ്സിനെ ചിലപ്പം അത് അക്സെപ്റ്റ് ചെയ്യാം, ചിലപ്പം ചെയ്യാതിരിക്കാം. അതായത് മെയിനായിട്ട് നോക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സ്ട്രിങ് അല്ല അത് അക്സെപ്റ്റ് ചെയ്യണം, ബാക്കിയുള്ള സ്ട്രിങ്സിനെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പം അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കും. അങ്ങനെയുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മുടെ റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജിൻ്റെ ഒരു സബ്സെറ്റാണ് റിക്കേഴ്സീവ് ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പഠിച്ച റിക്കേഴ്സീവ് ലാംഗ്വേജ് എന്യൂമറബിൾ ലാംഗ്വേജുമായിട്ട് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കാര്യം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നല്ലോ, ടൂറിംഗ് മെഷീൻ അതിനകത്തുള്ള, അതായത് നമ്മുടെ ലാംഗ്വേജിനകത്തുള്ള സ്ട്രിങ്സ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളെങ്കിൽ അത് റിക്കേഴ്സീവ് ലാംഗ്വേജും നമ്മുടെ ലാംഗ്വേജിനകത്തുള്ള സ്ട്രിങ്സിനെ അക്സെപ്റ്റ് ചെയ്യും, ബാക്കിയുള്ള സ്ട്രിങ്സിനെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കും. അങ്ങനെയുള്ളതിന് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഇതിനകത്ത് വരുന്നതും 5 പ്രോപ്പർട്ടീസ് ആണ്. യൂണിയൻ, കോൺകാറ്റിനേഷൻ, ക്ലീൻ ക്ലോഷർ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ്. ഇതിനകത്ത് നോക്കി വെച്ചിരിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിമെൻറ്റ് മാത്രം ഇത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഓക്കെ, യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് L1 L2 റിക്കേഴ്സീവ് ആണെങ്കിൽ L1 യൂണിയൻ L2ഉം റിക്കേഴ്സീവ് എന്യൂമറബിൾ ആയിരിക്കും. L1 L2 റിക്കേഴ്സീവ് എന്യൂമറബിൾ ആണെങ്കിൽ L1 യൂണിയൻ L2ഉം റിക്കേഴ്സീവ് എന്യൂമറബിൾ ആയിരിക്കും. കോൺകാറ്റിനേഷൻ L1 L2 2 റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ആണെങ്കിൽ അതിൻ്റെ കോൺകാറ്റിനേഷൻ ആയിട്ടുള്ള L1.L2 എന്ന് പറയുന്നത് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ആയിരിക്കും. അടുത്തത് ക്ലീൻ ക്ലോഷർ. അപ്പം L1 എന്ന് പറയുന്ന റിക്കേഴ്സീവ് എന്യൂമറബിൾ ആണെങ്കിൽ അതിൻ്റെ ക്ലീൻ ക്ലോഷർ ആയിട്ടുള്ളത് L1 സ്റ്റാർ എന്ന് പറയുന്നതും റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ആയിരിക്കും. അടുത്തത് ഇൻ്റർസെക്ഷൻ. L1ഉം L2ഉം റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ആണെങ്കിൽ L1 ഇൻ്റർസെക്ഷൻ L2 എന്ന് പറയുന്നത് റിക്കേഴ്സീവ് എന്യൂമറബിൾ ആയിരിക്കും. അടുത്ത കോംപ്ലിമെൻറ്റ്. ഈ കോംപ്ലിമെൻറ്റിനകത്താണ് ഡിഫറൻസ് വരുന്നത്. അതായത് L1 എന്ന് പറയുന്നത് ഒരു റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ആണെങ്കിൽ L1 എന്ന് പറയുന്നത് റിക്കേഴ്സീവ് എന്യൂമറബിൾ അല്ല. അതായത് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റ്, വിച്ച് മീൻസ് കോംപ്ലിമെൻറ്റ് ഓഫ് റിക്കേഴ്സീവ് എന്യൂമറബിൾ ലാംഗ്വേജ് നീഡ് നോട്ട് ബി റിക്കേഴ്സീവ് എന്യൂമറബിൾ. അതായത്
നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് റിക്കേഴ്സീവ് എന്യൂമറബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് റിക്കേഴ്സീവ് എന്യൂമറബിളിൻ്റെ പ്രോപ്പർട്ടീസ്.